നിങ്ങൾ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി വയറൊന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് കണ്ടത് പിത്താശയ കല്ലുകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ടെന്താ പിത്താശയം എടുത്ത് കളയണോ? പാടില്ല. പിത്താശയം നീക്കം ചെയ്യുന്ന സർജറിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന സർജറികളിൽ ഒന്നെന്ന് പറയുന്നത്. ഒരു 80% ആളുകളിലും പ്രത്യേകിച്ച് യാതൊരുവിധ ലക്ഷണവും കണ്ടെന്ന് വരില്ല. എന്നിരുന്നാലും ലക്ഷണമുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് പറയുന്നത് വലത്തെ വാരിലിൻ്റെ താഴ്ഭാഗത്തുള്ള അതിഭയങ്കരമായ വേദനയാണ്. വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറത്തേക്ക് തീവ്രമായ വേദനയുണ്ടാവും. അതിനുശേഷം വേദന ശമിക്കും. ഈ എപ്പിസോഡ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തിന് ശേഷമായിരിക്കും അടുത്തൊരു എപ്പിസോഡ് വരാൻ സാധ്യതയുണ്ടാവുക. കൂടുതലും കൊഴുപ്പുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാലാണ് കൂടുതലും വേദന ഉണ്ടാവുക. വലത്തെ വാരിലെ താഴ്ഭാഗത്ത് മാത്രമല്ല, വയറുഭാഗത്തും വലത്തെ തോളിലും അതുപോലെ തന്നെ പുറഭാഗത്ത് വലത്തെ സൈഡിലായിട്ടും വേദന കാണും. എത്ര വലുപ്പത്തിലുള്ള കല്ലുകളാണ് അപകടകാരി? അപകടം കല്ലിൻ്റെ വലുപ്പത്തിലല്ല, അതിൻ്റെ ചലനത്തിലാണ്. ചെറിയ കല്ലുകൾ പിത്തസഞ്ചിയിൽ നന്നായി ചലിക്കുന്നു. അത് കാരണം പിത്തസഞ്ചിയിലോ അതല്ല പിത്തസഞ്ചിയിൽ നിന്നും ചെറുകുടൽ വരുന്ന ട്യൂബുകളിലോ എവിടെയെങ്കിലുമൊക്കെ തന്നെ അത് ചലിച്ചു പോയി ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഇതാണ് പലപ്പോഴും അപകടമുണ്ടാക്കുന്നത്. അതേസമയം വലിയ കല്ലുകൾ നല്ല രീതിയിൽ ചലിക്കാത്തത് കൊണ്ട് തന്നെ അത് പലയിടത്തും പോയി ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതായത് ഒരു 3-4 mm വലിപ്പമുള്ളൊരു കല്ല് ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ബ്ലോക്ക് ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കാം. അതേസമയം ഒരു 20 mm വലിപ്പമുള്ള ഒരു കല്ല് ചിലപ്പോൾ വർഷങ്ങളോളം അവിടെ തന്നെ ഇരിക്കും. യാതൊരുവിധ ലക്ഷണങ്ങളും ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരില്ല. സർജറി എപ്പോഴാണ് നിർബന്ധമാവുന്നത്? കല്ലുകൾ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്ന് കരുതി സർജറി നിർബന്ധമാകണമെന്നില്ല. നമ്മൾ കൊഴുപ്പുള്ള ആഹാരം കഴിക്കുന്നു, പിത്താശയം സങ്കോചിക്കുന്നു, പിത്തം തെറിച്ചു പോകുന്നു, കൂട്ടത്തിൽ കല്ലും തെറിക്കുന്നു, ആ ദ്വാരത്തിൽ കയറി ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ആ സമയത്ത് വേദനയുണ്ടാകുന്നു. 3-4 മണിക്കൂറിന് ശേഷം പിത്താശയം റിലാക്സ് ആവുന്നു, കല്ല് തിരിച്ച് വീണ്ടും വീഴുന്നു, വേദന ശമിക്കുന്നു. ഇതൊരു എപ്പിസോഡാണ്. ഇത് മാസത്തിൽ 3 എപ്പിസോഡ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർജറി ചെയ്യേണ്ടി വരുന്നു. അതല്ല, ഒരു എപ്പിസോഡ് വന്നു, അടുത്ത എപ്പിസോഡ് 2-3 വർഷത്തിന് ശേഷമാണ്, അത് കഴിഞ്ഞ് പിന്നെയും കുറേ വർഷത്തിന് ശേഷം അടുത്ത എപ്പിസോഡ് വരുന്നു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ സർജറിയുടെ ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ ഒരു സിനാറിയോ എന്ന് പറയുന്നത്, കല്ല് ബ്ലോക്ക് ആക്കുന്നു, 6 മണിക്കൂറിന് ശേഷവും വേദന ശമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പിത്താശയത്തിൽ നിറയുന്നു, അതിന് പുറത്ത് ഒഴുകിപ്പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിത്താശയത്തിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുന്നു, അവിടെ ഇൻഫ്ലമേഷൻ ആരംഭിക്കുന്നു. ഇതിനാണ് കോളിസിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇവിടം മുതൽ സർജറി നിർബന്ധമാവുകയാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ബാക്ടീരിയൽ ആക്ഷൻ വരുന്നു, കെട്ടിക്കിടക്കുന്ന പിത്തമെല്ലാം തന്നെ ഇൻഫെക്റ്റഡ് ആവുന്നു, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അവിടെ പഴുപ്പാവുന്നു, എംപൈമ എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞാൽ പിത്താശയത്തിൻ്റെ രക്തസഞ്ചാരം കംപ്ലീറ്റ് ആയിട്ട് കട്ടാവുന്നു, അത് ഗാംഗ്രീനസ് ആവുന്നു, ഫൈനലി പിത്താശയം പൊട്ടുന്നു. ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്, ജീവന് വരെ ഭീഷണിയാവുന്നൊരു കണ്ടീഷനാണിത്. പിത്താശയം നീക്കം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്താണ് സംഭവിക്കുക, സർജറി കഴിഞ്ഞവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മുതലായ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.